ഇനിയിപ്പോൾ പൂവിട്ട് കായ് ആകുന്ന ഒരു സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് എപ്സം സാൾട്ട് നമ്മൾ അമിതമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുവെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മണ്ണിൽ നട്ട ചെടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു സപ്പോർട്ടാണ്, ഇതിപ്പോൾ പൂവിട്ട് കായ് ആക്കി. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്സം സാൾട്ട് ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര അളവിലാണ് കൊടുക്കേണ്ടത്, എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി കൃഷിക്ക് കൊടുക്കുന്നതാണ് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുള്ളത്. അതേപോലെ പലരും പറഞ്ഞിട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റ് യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് കൃഷിക്കും നമുക്ക് എപ്സം സാൾട്ട് കൊടുക്കാം. കാരണം അതിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം സൾഫറും ആണ് കേട്ടോ. അത് നമ്മൾ എല്ലാതരം കൃഷിയിലും നമുക്ക് ആവശ്യമുള്ളൊരു മൂലകം തന്നെയാണ്. അത് സെക്കൻഡറി മൂലകങ്ങൾ തന്നെയാണ് ഈ മഗ്നീഷ്യം സൾഫറും. അപ്പോൾ ഇത് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റിന് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മണ്ണിൽ നട്ടൊരു ചെടിയാണ്, ഫ്രൂട്ട് പ്ലാന്റ് ആണ്, 2 വർഷം 3 വർഷം അത്യാവശ്യം ഒരു ഹൈറ്റുള്ള, അപ്പോൾ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ മണ്ണിലാണ് നട്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 30 ഗ്രാം വരെയൊക്കെ നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്താ വെച്ചാൽ തണ്ടിന്ന് വിട്ടിട്ടൊരു ചെറുങ്ങനെ നമ്മൾ മറ്റു വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അതേപോലെ മണ്ണൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഈ എപ്സം സാൾട്ട് ഇട്ടിട്ട് മണ്ണ് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ മണ്ണിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറ്റു മൂലത്തിലൂടെയൊക്കെ ചെടികൾക്ക് മഗ്നീഷ്യം സൾഫറൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ മണ്ണിൽ പിന്നെ ഓർഗാനിക് ആയിട്ടും ഇതുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അമിതമായിട്ട് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. ചടിക്കടിയായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഡ്രമ്മിലൊക്കെ നട്ട ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മൾ മണ്ണിൽ നട്ടതിനും അതേപോലെ ഡ്രമ്മിൽ നട്ടതിനും വളങ്ങൾ കൊടുക്കുന്ന രണ്ടും 2 രീതിയാണ്. ഡ്രമ്മിൽ നട്ട വെച്ചാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതേ ചെടിക്ക് കിട്ടുകയുള്ളൂ. മണ്ണിൽ അങ്ങനെയല്ല. മണ്ണിൽ ഓർഗാനിക് ആയിട്ടുള്ള ഉണ്ടാവും. പിന്നെ വളങ്ങൾ തേടിയിട്ട് വേരുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. പക്ഷേ ഡ്രമ്മിൽ എന്ന് പറഞ്ഞാൽ എവിടേക്കും പോകാൻ പറ്റില്ല. ആ ഡ്രമ്മിൽ തന്നെ വേരുകൾ കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ആ മണ്ണിൽ നമ്മൾ എപ്സം സാൾട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. പക്ഷേ ഡ്രമ്മിലാണെങ്കിൽ നമുക്ക് 10 ഗ്രാം വരെ കൊടുക്കാം. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതേ സ്ഥാനത്ത് നമ്മൾ ചെറിയ പോട്ട്, ചെറിയ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ 5 ഗ്രാമൊക്കെ കൊടുത്താൽ മതി കേട്ടോ. മണ്ണിൽ ഒരു കണക്കിൽ തണ്ടിൻ്റെ അടുത്തിട്ട് കൊടുക്കരുത്. തണ്ടിന്ന് ലേശം വിട്ടിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 5 ഗ്രാം നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കാത്ത മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. വേണ്ട, നമ്മൾ സാധാരണ നനയ്ക്കാൻ മണ്ണിൽ എത്രത്തോളം ഈർപ്പം വേണോ ആ ലെവലിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ എപ്സം സാൾട്ട് നമുക്ക് ഇലകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 30 ഗ്രാം നമ്മൾ കൊടുക്കണം എന്നുള്ളത്. പക്ഷേ മണ്ണിൽ നട്ട ആ ചെടിക്ക് നമുക്ക് കയ്യെത്തുന്ന ദൂരത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ചെടിക്ക് കിട്ടേണ്ട മഗ്നീഷ്യം സൾഫർ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി ചെറിയ തൈകളൊക്കെ, ചെറിയ പോട്ട്, ചെറിയ ഗ്രോ ബാഗിൽ നട്ട ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഗ്രാമോ മാക്സിമം പോയാൽ 3 ഗ്രാമൊക്കെ എടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 20 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇലകളിലൊക്കെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 15-20 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട അതിരാവിലാണ് കേട്ടോ. ഇനിയിപ്പോൾ പൂവിട്ട് കായ് ആകുന്ന ഒരു സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് എപ്സം സാൾട്ട് നമ്മൾ അമിതമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുവെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മണ്ണിൽ നട്ട ചെടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു സപ്പോർട്ടാണ്, ഇതിപ്പോൾ പൂവിട്ട് കായ് ആക്കുന്നത്, ഇത് ഡ്രമ്മിൽ നട്ടതാണ്. അപ്പോൾ ഈ ഡ്രമ്മിൽ നട്ട് വെച്ചാൽ ഡ്രമ്മിൽ മീൻസ് ഗ്രോ ബാഗിൽ നട്ടതാണ്. അപ്പോൾ ഇതിന് വരെ ഞാൻ പൂവിട്ട് കായുന്ന ടൈമിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. കാരണം നമ്മൾ ചെടികൾ ആദ്യഘട്ട വളർച്ചാഘട്ടങ്ങളിലാണ് നമ്മൾ എപ്സം സാൾട്ട് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. പൂവിട്ട് കായ് ആവുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ എപ്സം സാൾട്ട് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. ഇനി എപ്സം സാൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മണ്ണിൽ ഈർപ്പം വേണം. അതേപോലെ അസിഡിക് ആയിട്ടുള്ള മണ്ണിൽ, പുളിരസമുള്ള മണ്ണിൽ എപ്സം സാൾട്ട് കൊടുത്താൽ അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടില്ല.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം നമ്മൾ കുമ്മായിട്ട് നല്ല രീതിയിൽ മണ്ണ് ട്രീറ്റ് ചെയ്തൊരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ മറ്റു വളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ നമുക്ക് മണ്ണിൽ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഡോളോമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ട് ഉടനെ കൊടുക്കേണ്ടതുമില്ല. കാരണം ഡോളോമേറ്റിൽ മഗ്നീഷ്യവും കാൽസ്യവും ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മഗ്നീഷ്യം അമിതമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡോളോമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എപ്സം സാൾട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സൾഫർ മാത്രമല്ലേ കിട്ടേണ്ടതായിട്ടുള്ളൂ. സൾഫർ നമ്മൾ കൊടുക്കുന്ന വളത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന മറ്റു മൂലങ്ങളിലൂടെ ഒക്കെ സൾഫർ ചെറിയ തോതിൽ ചെടികൾക്ക് കിട്ടും. പിന്നെ ഡെഫിഷ്യൻസി ഒക്കെ കാണിക്കുമ്പോൾ മാത്രമേ നമ്മൾ സൾഫർ അമിതമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഡോളോമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്സം സാൾട്ട് ഉടനെ നമ്മൾ കൊടുക്കേണ്ടതില്ല. അതേപോലെ SOP നമ്മൾ സ്പ്രേ ചെയ്താൽ അതിലും സൾഫർ ഉണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് SOP സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ എപ്സം സാൾട്ട് മണ്ണ് കൊടുക്കണമെന്നുണ്ട്. അത് കൊടുക്കുക. കാരണം SOPയിൽ സൾഫർ ചെറിയ ശതമാനം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അത് നമ്മൾ ഫോളിയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് വെച്ചിട്ട് മണ്ണിൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് വിചാരിച്ച് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്